വായിക്കുന്നവർക്ക് എന്തു ഗുണമെന്ന ചിന്ത എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. വായിക്കുന്നവരുടെ ബോധമുണർത്തുക, നന്മയുടെ ആവേശം അങ്കുരിപ്പിക്കുക, അവരെ കരയിപ്പിച്ച് മനസ്സ് ശുദ്ധമാക്കുക, അല്ലെങ്കിൽ ചിരിപ്പിക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ കഥകൾ പറഞ്ഞു പറഞ്ഞ് വായനക്കാരുടെ മനസ്സിൽ ഇന്നും പ്രിയമുള്ള എഴുത്തുകാരൻ. സാധാരണക്കാരുടെ ജീവിതത്തിലെ സംഭവങ്ങളെ അസാധാരണമാക്കി അവതരിപ്പിച്ച മലയാളത്തിന്റെ ബേപ്പൂർ സുൽത്താൻ. പ്രത്യേകിച്ച് അർത്ഥങ്ങളില്ലാത്ത വാക്കുകൾക്ക് പോലും അദ്ദേഹത്തിന്റെ രചനയിലൂടെ കടന്നു പോകുമ്പോൾ വലിയ അർത്ഥങ്ങളാണ്. 1908 ഇതുപോലൊരു ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ ഒരു മരക്കച്ചവടക്കാരനായ KE അബ്ദുറഹ്മാന്റെയും ഭാര്യ കുഞ്ഞാത്തുമ്മയുടെയും മൂത്ത മകനായാണ് ബഷീർ. ഒരു സാധാരണക്കാരനായി ജീവിച്ചു പോന്ന അദ്ദേഹം തന്റെ എഴുത്തു ജീവിതം തുടങ്ങിയത് 1937 തങ്കം എന്ന ചെറുകഥയിലൂടെയാണ്. പിന്നീട് അങ്ങോട്ട് മലയാളത്തിൽ സ്വന്തമായ ഒരു സാഹിത്യ ശാഖ തന്നെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. മലയാളം അറിയാവുന്ന ആർക്കും വഴങ്ങുന്നതാണ് ബഷീർ സാഹിത്യം. ബഷീറിയനിസം എന്ന പേരിലും ഈ എഴുത്തുകൾ വിശേഷിപ്പിക്കും. ഹാസ്യത്തിൽ ഒളിപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ചുട്ടുപൊള്ളുന്ന ഓരോ വാക്കുകളും. സുന്ദരമായ ഈ ഭാഷ കിട്ടിയത് സുന്ദരമായ ഈ ഹൃദയത്തിൽ നിന്ന്. എന്റെ ഹൃദയത്തിൽ എന്റെ സ്വന്തമായ അനേകം കഥകളുണ്ട്. നിങ്ങളൊക്കെ പറയാറുള്ള പ്രസവവേദനയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഒരു കഥ എന്നിലുണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു കഥ ഞാൻ സ്വരുക്കൂട്ടിയെടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, അധികവും എന്റെ അനുഭവമായിരിക്കും. ഹാസ്യം കൊണ്ടു തന്നെ ജീവിതാനുഭവങ്ങൾ എഴുതി വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം. സമൂഹത്തിൽ അതുവരെ ആരും പറയാതിരുന്ന കഥകൾ ബഷീർ പറഞ്ഞു തുടങ്ങി. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും പട്ടിണിക്കാരുമെല്ലാം നിറഞ്ഞതായിരുന്നു ബഷീറിന്റെ ലോകം. സമൂഹത്തിനു നേരെയുള്ള വിമർശനങ്ങളും ഹാസ്യത്തിൽ പൊതിഞ്ഞ് അദ്ദേഹം അവതരിപ്പിച്ചു. ഇന്നേവരെ ആരും കേട്ടിട്ടില്ലാത്ത വാക്കുകളും അദ്ദേഹം രചനക്കായി ഉപയോഗിച്ചു. ഇന്നും വായിച്ചു തുടങ്ങുന്നവർ ആദ്യം തിരഞ്ഞെടുക്കുന്ന പ്രിയമേറിയ കൃതികളാണ് ബഷീറിൻ്റെത്. പ്രേമലേഖനം മുതൽ ബാല്യകാലസഖി, പാത്തുമ്മാന്റെ ആട്, ഉണ്ടുപ്പാക്കൊരു ആനുണ്ടാർന്നു, മതിലുകൾ, നീലവെളിച്ചം തുടങ്ങി അങ്ങനെ നീളുന്നു അദ്ദേഹത്തിന്റെ രചനകൾ. സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും മുൻനിരയിലായിരുന്നു സാഹിത്യത്തിന്റെ സുൽത്താൻ. 1958 ഫാത്തിമയെ ബഷീർ തന്റെ ജീവിത സഖിയാക്കി. 50 വയസ്സായിരുന്നു അന്ന് ബഷീറിന്റെ പ്രായം. ഫാത്തിമ എന്ന 20കാരി പിന്നീട് അങ്ങോട്ട് ബഷീറിന്റെ സ്വന്തം ഫാബിയായി. മഹാനായ എഴുത്തുകാരന്റെ സാഹിത്യ സൃഷ്ടികളിലെ സജീവ സാന്നിധ്യമായിരുന്നു ഫാബി. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഇതിഹാസ സാഹിത്യത്തിന്റെ രചനാ മികവുകളിൽ പലതും ദൃശ്യവൽക്കരിക്കപ്പെട്ടു. മുച്ചീട്ടുകളിക്കാരന്റെ മക്കൾ, ഭാർഗവി നിലയം, ഭൂമിയുടെ അവകാശികൾ, മതിലുകൾ, ബാല്യകാലസഖി, നീലവെളിച്ചം തുടങ്ങിയ പുസ്തകങ്ങൾ സിനിമകളായുമെത്തി. മതിലുകളിലെ ബഷീറിന്റെയും നാരായണയുടെയും, ബാല്യകാലസഖിയിലെ മജീദിന്റെയും സുഹറയുടെയും പ്രണയത്തെ ഇപ്പോഴും ഓർത്തിരിക്കുന്നു നമ്മൾ. 1994 മലയാള സാഹിത്യ ഇതിഹാസം ഈ ലോകത്തോട് വിട പറഞ്ഞത്. 30ഓളം വർഷം പിന്നിട്ടിട്ടും വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാളത്തിന്റെ സാഹിത്യ സുൽത്താൻ ഇന്നും ഓരോരുത്തരുടെയും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നു. വിട പറയാത്ത ഇതിഹാസ സാഹിത്യത്തിന് ജന്മദിനാശംസകൾ.